രാവിലെ തന്നെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി കുറച്ച് തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറേ നാളായിട്ടൊരു തുണി ഇരിക്കുകയാണ്. ഇത് ഞാനൊരു ബിറ്റായിട്ട് തന്നെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ മേടിച്ചാണ് 200 രൂപ കൊടുത്തത്. ആകെ 2 മീറ്റർ അടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫുള്ള് ഡ്രസ്സ് തയ്ക്കാനുള്ള തുണിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്നുകൂടി ആഡ് ചെയ്തിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ സീക്വൻസ് ഉള്ള മോഡലായതുകൊണ്ട് തന്നെ പിള്ളേരുടെ മേത്തൊക്കെ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഡ്രസ്സ് ഇടുകയില്ല കേട്ടോ. എൻ്റെ പിള്ളേർ പ്രത്യേകിച്ച് ഇടത്തില്ല കേട്ടോ. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടും. ഇങ്ങനെ നല്ല തിളങ്ങിയൊക്കെ നിൽക്കുന്ന ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ലൈനിങ് ഉണ്ടോയെന്നൊന്നും അന്നേരം ഞാൻ ആലോചിച്ചില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് വേറൊരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇവിടെ ഇരുന്നൊക്കെ വെച്ച് ലൈനിങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ ഉള്ളത് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ജെമിനിയെ കാണിച്ചിട്ട് നല്ല ഡിസൈൻ കാണിച്ചു തരാൻ പറഞ്ഞേ. അപ്പോൾ ജെമിനി തന്ന കേട്ടോ ഈ ഡിസൈന്. അപ്പോൾ ഇത് തന്നെ അങ്ങ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച്. കൃത്യമായിട്ട് ഇങ്ങനെ പറ്റില്ല, കാരണം 2 ലെയർ നെറ്റൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വേറെ സെപ്പറേറ്റ് നെറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മോഡലിലേക്ക് ഏകദേശം ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ബോട്ടം പോർഷനൊക്കെ സ്കേർട്ടിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. എൻ്റെ അതിനടിയിലേക്ക് നമ്മൾ മുകളിൽ കാണിച്ച ആ തുണിയുടെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് തോന്നത്തക്ക രീതിയിൽ വെച്ചാൽ കേട്ടോ. ഇങ്ങനെ അത് മുകളിലേക്കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നെറ്റിനടിയിൽ കൂടെ അതിൻ്റെ ആ ഒരു ഇത് കാണില്ല, ഫ്ലവർ കാണുന്നതുകൊണ്ട് അങ്ങനെ വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ ആ ഒരു കളർ ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ദൂരെ നോക്കുമ്പോൾ ഡബിൾ ലെയർ ആയിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ഒരു പീസ് വെച്ച് പിടിപ്പിച്ച ആ ഒരു ഇത് കാണില്ല കേട്ടോ. ഒരു വൃത്തിയോട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ കളർ തന്നെ ലേസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങനെ ആഡ് ചെയ്ത് തയ്ച്ച് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു 2 മെറ്റീരിയലും തമ്മിലുള്ള ആ ഒരു വൃത്തികേടുണ്ടല്ലോ, അത് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വൃത്തികേട് നമുക്കിങ്ങനെ മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഇത്രയും തയ്ച്ച് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ മുകളിലത്തെ പോർഷൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇച്ചിരി ഒരു ബോട്ട് നെക്ക് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു, ഇച്ചിരി വൈഡായിട്ട്. അപ്പോൾ ലെങ്ത് നെക്കധികം ഇറക്കി കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോയുടെ ഭാഗം വരുന്ന അതെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങനെ ഒന്നിച്ച് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ പീസായിട്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് ഏറ്റവും പാട്, കാരണം അകത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പായതുകൊണ്ട് കുറച്ച് പാടാട്ടോ ഈ തയ്ച്ചെടുക്കാൻ. അതുകൊണ്ട് അത് ആദ്യം തീർത്താ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ ഫൈൻ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ജെമിനി ഇതാണ് നല്ലതെന്ന് പറയണേ. എനിക്കിതായിട്ട് ഇച്ചിരി ഇഷ്ടപ്പെട്ടു, കാരണം ജെമിനി തന്നതിനകത്തും ആ ഒരേ സെയിം കളർ തന്നെ അടിയിലോട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭംഗി തോന്നിയില്ല കേട്ടോ. ഇത് അടിയിൽ നമ്മൾ വേറൊരു കളർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മുകളിലത്തെ പീസ് തന്നെയല്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ. ജെമിനി ഒരു നെറ്റല്ലായിരുന്നു കാണിച്ചത്, അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മളിൽ ആ നെറ്റ് മിച്ചമില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് പ്ലെയിൻ നെറ്റുമായിരുന്നു. അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് പറയണേ. ഇതാട്ടോ നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക്.